ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് പിന്നെ വേളാങ്കണ്ണിയിലേക്ക് തിരിക്കുന്ന യാത്രയാണ് പറഞ്ഞത്. അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് ഞങ്ങൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. പറഞ്ഞ പോലെ തന്നെ വേളാങ്കണ്ണിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ദുസ്സഹമായ യാത്രയാണ് കേട്ടോ ഗൈസ്. പോകുന്ന വഴിക്കൊക്കെ ഒരു ചെറിയ കട കിട്ടാൻ വരെ ഭയങ്കര പാടത്തിൽ വെള്ളം കുടിക്കുകയും തന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ് സൈഡിൽ രണ്ട് സ്ഥലത്തും കുറേ ഇങ്ങനെ പാടം, വെറുതെ കുറേ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. പിന്നെ കുറേ കാറ്റാടിപ്പാടവും ഒക്കെ. ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ പിള്ളേർ രണ്ടുപേരും എൻ്റെ മടി തന്നെയാണ് എപ്പോഴും. അവർക്ക് രണ്ടുപേർക്കും എപ്പോഴും എൻ്റെ മടി തന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതലും യുദ്ധം നടന്ന വണ്ടിയിൽ കിടന്ന്. ഇപ്പം നൈറ്റ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തി. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകുന്നപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചേ. കാരണം ഒരുപാട് ലോങ് ഡ്രൈവ് വന്നാൽ ക്ഷീണിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഞങ്ങൾ 12 ആയപ്പോഴേക്കും അവിടെ എത്തി. പ്ലാനിങ് കറക്റ്റായിരുന്നു. 12 ആയപ്പോഴേക്കും എത്തി. അവിടെ റൂം എടുത്തു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങുന്നത്. റൂം എടുത്ത് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് ഇറങ്ങി. രാവിലെ ആണെങ്കിലും വെയിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ രണ്ടുപേർക്കും 2 തൊപ്പിയൊക്കെ വാങ്ങിച്ച് തലയിൽ വെച്ച് കൊടുത്തിട്ട് ഭയങ്കര വെയിലായിരുന്നു. ആദ്യം ഞങ്ങൾ പള്ളിയിൽ കയറി നേർച്ചയ്ക്കിട്ട് തിരിച്ചു പോന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ കഴിക്കാറുള്ള കഴിഞ്ഞ തവണയൊക്കെ കഴിച്ച സ്ഥലത്ത് നിന്ന് തന്നെയാണ് കഴിച്ച. അത്യാവശ്യം നല്ല ഹൈജീനൊക്കെ ആയിട്ടുള്ള ഏരിയയാണ്, നല്ല ഫുഡൊക്കെയാണ്. പിന്നെ ഞങ്ങളോട് തിരിച്ച് ഓട്ടോയ്ക്കാണ് തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. കാരണം നടന്നു പോകാൻ പറ്റാത്ര ദൂരമല്ലായിരുന്നു. നടന്നു പോയാൽ നമ്മൾ ആവശ്യം. അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ച് വന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് കയറിയില്ല. ഞങ്ങൾ വണ്ടി കയറി ജസ്റ്റ് എന്തെങ്കിലും ഇച്ചിരി തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി കയറുക. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് യാത്ര ചെയ്തു. വെറുതെ വണ്ടിയിൽ നിന്ന് കുറച്ച് നേരം യാത്ര ചെയ്തു. തിരിച്ച് കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. ഞങ്ങൾ 4 മണിക്ക് തന്നെ തിരിച്ച് പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആ ഒരു കുറച്ച് സമയം യാത്ര ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്കലത്തെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് തന്നെ എത്തി. ആദ്യത്തെ പരിപാടി അന്നൂട്ടിയുടെ മുട്ട അടിക്കാമെന്നുള്ളതാണ്. അന്നൂട്ടി പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പ്രതികരണം അലറി കരഞ്ഞ് ബഹളാക്കി സീനാക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ആൾ ഭയങ്കര സൈലൻ്റായിട്ട് പേടിച്ച് വിറച്ച് വേറെ പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ ഉള്ള ഒരു ഭയം മനസ്സിൽ കണ്ണിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ആളിരുന്നത്. ഞാനും കുറച്ച് സങ്കടത്തിലാണ്. എനിക്ക് അന്നൂട്ടിയുടെ മുടി മുട്ടയടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പയ്യെ അന്നൂട്ടിയുടെ മുടിയുടെ മുട്ടയടിക്കൽ ഒരു സൈഡ് കഴിഞ്ഞു. തീരാറായപ്പോഴാണ് ആൾ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയത്. അതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന ടൈം കറക്റ്റായിരുന്നു. ഒട്ടും തിരക്കില്ലായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ അകത്തേക്ക് കയറി തന്നെ ഞങ്ങളെ വിളിച്ചു. അതുകൊണ്ട് വെയിറ്റിങ്ങൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ തവണ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണയൊക്കെ നമ്മൾ ടയേർഡായി. അപ്പോൾ ആ ടയേർഡ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും ഒരു പ്ലാൻ ചെയ്തിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. തിങ്കളാഴ്ചയാണ് വേളാങ്കണ്ണിയിലേക്ക് എത്തിയത്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത ദിവസം. ഞായറാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും എല്ലാവരും ചെക്കൗട്ട് ആവുന്ന സമയമാണ്. അതുകൊണ്ട് ഒട്ടും റഷൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിലെ കാര്യങ്ങൾക്കായാലും പുറത്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ നമ്മുടെ താമസിക്കാനുള്ള ഏരിയ എല്ലാം ഒരുപാട് റഷൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ വേളാങ്കണ്ണിയിലേക്ക് പോയത്. എപ്പോഴും നമ്മൾ അങ്ങനെ പോകുന്നത് തന്നെ നല്ലതെന്ന് തോന്നണം. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മൾ വലിയ ആൾക്കാർ മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. അടുത്തത് റെൻസോനെ ആണ് മുടി വെട്ടാനായിട്ട് ഇരുത്തിയിട്ട്. റെൻസോയ്ക്ക് ഈ പ്രാവശ്യം നേർച്ച ഉണ്ടായിരുന്നു മുടി വെട്ടാനായിട്ട്. അങ്ങനെ കുഞ്ഞിപ്പണീൻ്റെ കഴിഞ്ഞ് അടുത്ത റെൻസോനെ കയറ്റി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഓൾറെഡി ടോക്കൺ എടുക്കാൻ നേരത്ത് കാശ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് മുടി വെട്ടിക്കഴിയുമ്പോൾ അവർ പിന്നെ ടിപ്പ് കഴിക്കും. നമ്മൾ കൊടുക്കുന്നത് മേടിക്കില്ല. അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് തന്നെ കിട്ടണം. അപ്പം അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ കാശ് അങ്ങനെ കയ്യിൽ സൂക്ഷിക്കുന്ന പരിപാടിയില്ല. ഇപ്പം എല്ലാം നമ്മൾ ഗൂഗിൾ പേ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അധികം പൈസ അങ്ങനെ കയ്യിൽ വെക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൈ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഇവിടെ മൊത്തം ബിസിനസ്സാണല്ലോ. തലയിൽ ചന്ദനമൊക്കെ തേച്ച് ഞങ്ങൾ മാലയൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് കയറി. അന്നൂട്ടീനെ ജെൻസോനെയും കൊണ്ട് മാലയൊക്കെ ഇടിപ്പിച്ച് മുടി നേർച്ചയ്ക്ക് ഇട്ടു. അങ്ങനെ
അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. റൻസോന് വേറൊരു നേർച്ചയും കൂടി ഉണ്ടായിരുന്നു, മുട്ടുകുത്തി അവിടേക്ക് പള്ളിയിലേക്ക് പോകാമെന്നുള്ളത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര അവിടെ ചെന്നപ്പോൾ റൻസ് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കയറി പോകാനായിട്ട്. അപ്പോൾ വലിയൊരു ഗ്രൂപ്പായിരുന്നു, കുറച്ച് തിരക്കായിപ്പോയി. അവർ എന്തോ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലിപ്പോകാനുള്ള പ്ലാനിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ ഇടയിൽ പെട്ട് കഴിയുമ്പോൾ നമുക്ക് റൻസോന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ റൂമിലേക്ക് പോന്നു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീണ്ടും പോയി. ഫ്രണ്ട്സ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നീങ്ങാണ്. അപ്പം ഒട്ടും തിരക്കുണ്ടായില്ല. ഈ സമയം വളരെ നല്ല സമയമായിരുന്നു കേട്ടോ. കാരണം ഒട്ടും തിരക്കുണ്ടായില്ല. അവിടെ ഇവിടെ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അതായത് ചൂടൊക്കെ പോയിട്ട് നല്ല തണുപ്പും നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറായിരുന്നു. അപ്പം റൻസോന് സുഖമായിട്ട് മുട്ടിൽ നീന്താനുള്ള ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ചൂടാണെങ്കിൽ ഈ പിള്ളേർ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. എൻ്റെ അന്നൂട്ടി ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അവർ കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ വേറൊരു പണി എനിക്കും ജെയ്സൺ ചേട്ടനും കിട്ടി. അവർ രണ്ടൊരു ഓട്ടമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ഞങ്ങൾ നടന്നിടത്തേക്ക് തന്നെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓടിപ്പിച്ചു. റൻസോനെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. റൻസ് മുട്ടുകുത്തി പോകുന്നതിൻ്റെ ഇടയിൽ അവൾ ഓടിച്ചെന്ന് അവൻ തടഞ്ഞു നിർത്തി. അവൻ ആനപ്പുറത്ത് കയറാനൊക്കെ നോക്കും. അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കുഞ്ഞിപ്പെണ്ണും കുഞ്ഞൂസൊക്കെ. അല്ലാതെ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് അവർ ഇപ്പോൾ ഓടിക്കളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കാണാൻ നമുക്ക് ഓടിച്ചെല്ലാം പിടിക്കാൻ ആരും അടുത്തേക്ക് വരും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അത് പൂർത്തിയാക്കി. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്ന് കുർബാനയൊക്കെ കണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ്ങിൽ വന്നു. മലയാളം കുർബാനയായിരുന്നു. പക്ഷേ കുർബാന കാണാനായിട്ട് ഇവർ സമ്മതിക്കില്ല. അപ്പോഴും ഞാനും ചേട്ടനും ഓട്ടമായിരുന്നു. അവർ രണ്ടുപേരും പള്ളിയുടെ അകത്തേക്കും പുറത്തേക്കൊക്കെ ഓടുന്നുണ്ട്. അങ്ങനെ പകുതി കുർബാന കണ്ടുള്ളൂ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് പള്ളിയിൽ ലോങ് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തു വീട്ടിലേക്ക് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ വേളാങ്കണ്ണിയിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഈ ചൂടാണ്. പിന്നെ അവിടുത്തെ ചുറ്റുപാടുമുള്ള ഏരിയ അത്ര ഹൈജീനിക്കായിട്ട് ഇപ്പോഴും നമുക്കൊരു വഴിയരികിൽ ഇങ്ങനെ കച്ചവടക്കാരെയൊക്കെ കാണുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഈ കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ, പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ, പിന്നെ കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ കടയിൽ കയറി ഷോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവശരായി വണ്ടി തിരിച്ച് കയറി. പിള്ളേരൊക്കെ ഫ്ലാറ്റായി തുടങ്ങി. വൈകിട്ട് ഒരു 8 മണിക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ബോർഡ് കടന്നിരുന്നു. പിന്നെ ഒരു 8 മണിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നു. വീട്ടിലൊരു 9 മണിക്ക് ആയപ്പോഴേക്കും എത്തി ഞങ്ങൾ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിൽ 9 മണിക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഉറങ്ങുന്ന പോലെ സമയത്ത് തന്നെ ഉറങ്ങാനും പറ്റി. അപ്പോൾ ഈ യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.